ദിവസവും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഒരാൾ പ്രവർത്തിക്കുക, വന്നില്ലെങ്കിൽ തിരിച്ചു വിളിക്കുക. ഇത് ചെറിയ കാര്യമല്ല. അപ്പൊ ഞാൻ അവസാനമൊക്കെ വന്ന ആളായതുകൊണ്ട് എനിക്ക് എല്ലാരും പേരും ഇതൊന്നും അറിയില്ല. ഓക്കെ, അപ്പൊ ഏതായാലും ഇതിന് വലിയൊരു ഊർജാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ, ശ്രദ്ധപ്പെട്ടിരുന്ന ശരിക്കൊക്കെ ഹാർട്ട് ടച്ചിങ് ആണ്. നമ്മളെ മുമ്പിലുള്ള ചിലതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവില്ല. അത് ചിലപ്പോ നമ്മൾ കാണുന്നതായിരിക്കില്ല അവരുടെ വാല്യൂ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ആ എഴുത്ത് വായിച്ചപ്പോഴാണ് നമുക്ക് എന്താ വെച്ചാൽ അത്രത്തോളം നമുക്ക് മനസ്സിലായത്. അപ്പൊ ഏതായാലും ഇദ്ദേഹം ഒരു നല്ലൊരു വ്യവസായിയാണ്. അദ്ദേഹത്തിന്റെ വ്യവസായത്തിൽ അല്ലാഹു എല്ലാ ബർക്കത്തും നൽകട്ടെ. അതുപോലെ ഇത്രയും ദിവസം നമുക്ക് ഒരു ടീമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ബാബുക്കെ പറഞ്ഞ പ്രകാരം ഇദ്ദേഹം ഓൾറൗണ്ട് മൊത്തം ഒരു ടീമാണ്. ഏതായാലും ബിസിനസ് ഒക്കെ ഫയറാകട്ടെ. ഏതായാലും ഇന്ന് നമ്മുടെ കൂടെ ഇവരിന്ന് വിട്ട് ഗൾഫിലേക്ക് പോവാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. യാത്ര സുഖകരമാകട്ടെ, ഒരു പ്രയാസമില്ലാതെ അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്ത് എത്താനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി രണ്ടു വാക്ക് പറയുന്നതിന് വേണ്ടി അദ്ദേഹത്തെ എവിടെയാണ് എല്ലാവർക്കും സുഖല്ലേ? ആദ്യമായി നിങ്ങൾ എനിക്ക് നൽകിയ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെപ്പോലെ ഒരുപാട് പ്രവാസികൾ ഇതുപോലത്തെ യാത്രകൾ സ്വീകരിക്കാൻ ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കും നിങ്ങളുടെ ഭാഗത്ത് നല്ലൊരു യാത്രയൊക്കെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു യാത്രയിൽ നന്ദി പറഞ്ഞ് വല്ല സ്കൂട്ടാവാന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ അബ്സാബ് ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു 2 വാക്ക് സംസാരിക്കുന്നത്. പ്രസംഗിച്ചിട്ടൊന്നും വലിയ പരിചയമൊന്നുമില്ല, എന്നാലും നമ്മളെല്ലാവരും ഒന്നല്ല എന്നുള്ള ധൈര്യത്തില് ഇവിടെ വന്നിട്ട് 2 വാക്ക് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആരോഗ്യം എന്താ പറയാ, വ്യായാമത്തിലൂടെ ആഹാരഘടനത്തിലൂടെ എന്നൊക്കെയുള്ള നമ്മള് ദിവസവും രാവിലെ ബാബു സാഹിബിന്റെ നേതൃത്വത്തിൽ വളരെ എന്താ പറയാ എല്ലാവരെയും വിളിച്ചുണർത്തി നല്ല രൂപത്തിൽ ഒരാൾ ഒരു ദിവസം ആബ്സെന്റ് ആയിട്ടുണ്ടെങ്കിൽ ആളെ പേഴ്സണൽ ആയിട്ട് തന്നെ വിളിക്കുക, ഇന്നലെ എന്തുകൊണ്ട് വന്നില്ല, എന്താ വരാതിന്റെ കാരണം എന്നും നിങ്ങൾ വരണം. നമ്മളിങ്ങനെ ഊർജ്ജസ്വലരാക്കുന്ന ഒരു വ്യക്തി നമ്മുടെ പുറകിലുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഊർജ്ജസ്വലരായിരിക്കും. നമ്മളെല്ലാവരും ഊർജ്ജസ്വലരായിരിക്കും. നമ്മളെ ശരീരത്തിന് ഊർജം കിട്ടാൻ, നമ്മുടെ കാലുകൾക്ക് കൈകാലുകൾക്ക് ഊർജം കിട്ടാൻ വേണ്ടിയാണ് ദിവസവും രാവിലെ ഇവിടെ വരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളെന്താണ്, നമ്മുടെ ഹൃദയത്തിന് ഊർജം വേണം, നമ്മളെ തലച്ചോറിന് ഊർജം വേണം, എല്ലാറ്റിനും ഊർജം ആവശ്യമാണ്. ഈ ഓട്ടച്ചാട്ടം കൊണ്ട് കിട്ടുന്ന ഊർജം നമുക്ക് ഒരു ഉദാഹരണത്തിന് ഒരു കാര്യം പറയുന്നത്, ചെറിയൊരു സ്ട്രോക്ക് നമുക്ക് മറ്റുള്ളൊരു ഭാഗത്ത് നിന്ന് നമ്മളെ ഹൃദയത്തിന് കണ്ടായാൽ നമ്മൾ ഈ ചെയ്ത പണികളൊക്കെ വെറുതെ, നമ്മളെ ശരീരം തളർന്നു പോകും. ഇല്ലേ? എല്ലാവർക്കും അറിയുന്നല്ലോ ഒരു മാനസികമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ശരീരത്തിനുള്ള ഊർജം കിട്ടുന്നത് പോലെ തന്നെ തലച്ചോറിന് ഊർജം, ഹൃദയത്തിന് ഊർജം, ഇതെല്ലാം ആവശ്യമാണ്. ഹൃദയത്തിന്റെ ഊർജ്ജം എങ്ങനെയാണ്? പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ, പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് എത്രമാത്രം വന്നു അത് നമ്മുടെ ശരീരത്തെ വളർത്തും. നമ്മൾ ഈ സാമൂഹിക ജീവിതത്തില് സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള പല കാരണങ്ങളും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ്. പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്, നെഗറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. എല്ലാം നടക്കുന്നത് കൈവെള്ളയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ ഒരു കൈവെള്ളയിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നമ്മൾ പഴയ കാലത്താണ് ഒരാളെ ചീത്ത പറയാനോ കാര്യങ്ങളോ നേരിട്ട് പോയിട്ട് അങ്ങാടി പോയിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ന് അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ വഴി നമ്മൾ പരസ്പരം ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കിട്ടുന്ന രൂപത്തിൽ ചർച്ച നടത്താം. എന്നാൽ അതുപോലെ തന്നെ നെഗറ്റീവായി കിട്ടുന്ന എനർജി അതിലും ചർച്ച നടത്താം. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മുടെ ഭാഗത്ത് നിന്ന് സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം, നമ്മുടെ ഭാഗത്ത് നിന്ന് മറ്റൊരാൾക്കൊരു സ്ട്രോക്ക് ഉണ്ടാകുന്ന, മറ്റൊരാൾക്കൊരു പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിലുള്ള സംസാര ഗതികൾ പരമാവധി നമ്മൾ 10, 45, 50 വയസ്സ ആളുകളല്ലേ. ഇനി നമുക്കത് നിർത്താനുള്ള സമയമായിട്ടുണ്ട്. ഒന്ന് ഒതുങ്ങിയാൽ, ഒന്ന് ശ്രമിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഊർജം അത് ചില്ലറ ഊർജമാണ്, ചെറിയതല്ല, വലുതാണ്. ഇപ്പൊ തലച്ചോറിന്റെ കാര്യം നമ്മൾ പറയാം. തലച്ചോറ് നമ്മൾ കൊടുക്കുന്ന മെസ്സേജാണ് നമുക്ക് തിരിച്ചു തരുന്നത്. നമ്മൾ എന്താണോ നമ്മളെ തലച്ചോറിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് തന്നെയാണ് നമുക്ക് തിരിച്ചു തരുന്നത്. ഉദാഹരണം പറയാണ്, വീഡിയോ വലിക്കുന്ന ഒരാൾ എത്രമാത്രം വീഡിയോ വലിക്കുന്നുണ്ടോ ആ സമയം തെറ്റിയാലും തലച്ചോറ് നമ്മളോട് പറയും, എന്ത് നീ വീഡിയോ വലിച്ചിട്ടില്ല കേട്ടോ. ഇപ്പൊ നമ്മള് അതായത് ഒരു കയ്യിൽ ഒരു വലത്തെ കയ്യില് വാച്ച് കെട്ടുന്ന ഒരാളാണെങ്കിൽ ഇടത്തെ കയ്യിൽ കെട്ടി വെക്കുക, കൈ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും ഈ കയ്യിലല്ലേ സാധനം കെട്ടല്ലോ കേട്ടോ, ഇത് മറ്റോടത്താണ്. ഇപ്പൊ തലച്ചോറിന്റെ പ്രവർത്തനം എന്താണ്? നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് നമുക്ക് തിരിച്ചു തരാനുള്ള. അപ്പൊ നമ്മൾ ഈ നെഗറ്റീവ് എനർജി കൊടുത്ത് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് ചീത്ത പറഞ്ഞാൽ മറ്റുള്ളവരുടെ എന്നും എന്താ പറയുക ഒരു നെഗറ്റീവായിട്ട് മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിഷയം. നമ്മുടെ ആരോഗ്യത്തെ തീർച്ചയായിട്ടും ബാധിക്കുന്നുള്ളത്
ഈ വാട്സപ്പിലൂടെ നമ്മുടെ ഒരുപാട് കൂട്ടായ്മയുണ്ട് അല്ലേ? നാട്ടു കൂട്ടായ്മ, പഞ്ചായത്ത് കൂട്ടായ്മ, ഗ്രൂപ്പ് കൂട്ടായ്മ, പിന്നെ അങ്ങനെ ഒരുപാട് കൂട്ടായ്മ. ഈ കൂട്ടായ്മയിൽ മുഴുവൻ നടത്തുന്നത് എന്താണ്? ചർച്ചകൾ. ഒരാള് പറഞ്ഞാല് ആളുടെ മേലെ കയറി പറയാന്നുള്ളത്. അങ്ങനെ ബാബുസാഹിബ് ഒരു ടെസ്റ്റ് കണ്ടു. വളരെ എല്ലാവരും വായിച്ചോളൂ എന്നറിയില്ല, പൂർണ്ണമായിട്ട് ഇത് വായിച്ചു നോക്കുന്നു. നമ്മളിൽ നടക്കുന്ന ഞാനടക്കമുള്ള ആളുകൾ നടക്കുന്ന സംഗതികളാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പരമാവധി നമ്മളെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോ ഞാനൊക്കെ വാട്സപ്പിൽ എന്താ പറയാ, എന്റെ ഒരുപാട് കൂട്ടായ്മ ആർഷീവിലേക്ക് മാറ്റിയിരിക്കണം. ആർഷീവിലേക്ക് മാറ്റുമ്പോൾ എന്താ, നമ്മളെ പെട്ടെന്ന് ശ്രദ്ധയിൽ പെടില്ല. ഒരു 3000 മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കുമല്ലേ, ഒന്നിച്ചിട്ട് ക്ലിയർ ചാറ്റ് ചെയ്ത് വിടല്ല, കേൾക്കാൻ നിൽക്കുന്നില്ല. ഇല്ല, തുറക്കൂല. എന്തിനാ തുറക്കുന്നത്? ഇതെല്ലാം കേട്ടിട്ട് ഇതിനൊക്കെ മറുപടി പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇതുകൊണ്ട് നഷ്ടപ്പെടുന്നത് നമുക്കറിയാം, നമ്മളെ ഊർജ്ജമാണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാവരും മാറി സാഹിബിന്റെ നേതൃത്വത്തിൽ ഇതുപോലുള്ള ഈ എക്സസൈസിൽ എല്ലാവരും പങ്കെടുക്കുക. സാഹിബിന് പ്രത്യേക അഭിനന്ദനം കൊടുക്കണം. കാരണം ഈ ഒരു പ്രവർത്തനത്തിന് ഇദ്ദേഹം കാട്ടുന്ന ആ ഒരു സേവനം ഉണ്ടല്ലോ, അത് ചെറുതല്ല. ഒരാള് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ട് ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ദിവസവും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഒരാൾ പ്രവർത്തിക്കുക, വന്നില്ലെങ്കിൽ തിരിച്ചു വിളിക്കുക. ഇത് ചെറിയ കാര്യമല്ല. അപ്പൊ എല്ലാവരും ബാബു സാഹിബിന്റെ ഈ ഡിസിപ്ലിൻ ഉണ്ടല്ലോ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ അച്ചടക്കത്തോടു കൂടി കേട്ട് ഗ്രൂപ്പിലായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. ബാബു സാഹിബ് ചെറുതായിട്ട് കാണേണ്ടത് നിങ്ങൾ ആ പറയുന്ന കാര്യങ്ങൾ വലുത് തന്നെ. അപ്പൊ അതിനെ എല്ലാവരും സഹകരിക്കുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാർത്തകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.